നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തൊരു ABVP നേതാവ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. പന്തളം NSS കോളേജിലെ സുധി സദനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോളേജിൽ ക്രിസ്തുമസ് ആഘോഷം സംഭവിച്ചപ്പോൾ അതിനിടയിലുണ്ടായ ഒരു സംഘർഷത്തിലാണ് ഇയാളെ പ്രതി ചേർത്ത് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുധീസദന് പുറമെ മറ്റൊരു ABVP പ്രവർത്തകനും ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. സുധീസദൻ ഉൾപ്പെടെ കോളേജിലെ 2 ABVP പ്രവർത്തകരെയാണ് ഗവർണർ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നത്, നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 21-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നപ്പോൾ സംഘർഷഭരിതമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ആഘോഷങ്ങൾക്കിടയിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിൽ അംഗപരിമിതർ ഉൾപ്പെടെ 7ഓളം SFI പ്രവർത്തകർക്ക് സാരമായി പരിക്ക് സംഭവിച്ചു എന്നതാണ് കേസ്. ഡിസംബർ 21-നാണ് ഇവർ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ വിഷയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിന് പിന്നാലെ ABVP പ്രവർത്തകരുടെ വീട് അടിച്ചു തകർത്തു എന്നൊരു വാർത്തയും ലഭിക്കുന്നുണ്ട്. SFI പ്രവർത്തകർ ഇതിന് പിന്നിലാണെന്നുള്ള ആരോപണം ABVP പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു അറസ്റ്റാണെന്നുള്ള ആരോപണവുമായി ABVPയും ഈ ഘട്ടത്തിൽ രംഗത്ത് വരികയാണ്. ഈ വിദ്യാർത്ഥി സംഘർഷത്തിൽ 2 ABVP പ്രവർത്തകർ റിമാൻഡിലായിരുന്നു. കേസിൽ 1-ാം പ്രതി വിഷ്ണുവാണ്. കേരള ഗവർണർ സർവകലാശാലയിലേക്ക് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത സുധീസദൻ അടുത്ത പ്രതിയാണ്. ഇവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ABVP രംഗത്ത് ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതിനെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയ സംഭവം കൂടി പുറത്തു വരുന്നത്. സമയം തന്നെയില്ലെങ്കിൽ മറ്റേന്ന് കട്ട് ചെയ്ത് ഒരു ചെറിയ ഇൻട്രോ ഇട്ടിരുന്നാൽ മതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.